ദശലക്ഷക്കണക്കിന് ഹിന്ദു ഭക്തർ ആഘോഷിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മതപരമായ സമ്മേളനങ്ങളിലൊന്നാണ് മഹാകുംഭമേള. ഇന്ത്യയിലെ 4 പുണ്യ നദീതീരങ്ങളിൽ ഒന്നിൽ ഓരോ 12 വർഷത്തിലും ഇത് നടക്കുന്നു. പ്രയാഗ്രാജ്, അലഹബാദ്, ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമം, ഹരിദ്വാർ, ഗംഗാ നദിയുടെ തീരം, ഉജ്ജയിൻ, ക്ഷിപ്ര നദിയുടെ തീരം, നാസിക്, ഗോദാവരി നദിയുടെ തീരം. ഒരു ചെറിയ പതിപ്പ് അർദ്ധകുംഭമേള ഓരോ 6 വർഷത്തിലും നടക്കുന്നു. അതേസമയം പൂർണ്ണ കുംഭമേള ഓരോ 12 വർഷത്തിലും ഓരോ സ്ഥലത്തും നടക്കുന്നു. 144 വർഷത്തിലൊരിക്കൽ, അതായത് 12 പൂർണ്ണ കുംഭമേളകൾക്ക് ശേഷം പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. ഹൈന്ദവ പുരാണങ്ങളിൽ പ്രത്യേകിച്ച് സമുദ്രമന്ഥന്റെ, അതായത് സമുദ്രം കലർത്തൽ ഐതിഹ്യം അനുസരിച്ച് ദേവന്മാരും അസുരന്മാരും അമരത്വത്തിന്റെ അമൃത് വേർതിരിച്ചെടുക്കാൻ സമുദ്രം കലർത്തി, അതായത് നമ്മുടെ ഈ പാലാഴി കടഞ്ഞെടുക്കുന്ന പരിപാടി. ആ സമയത്ത് നമ്മുടെ മഹാവിഷ്ണു പാത്രത്തിൽ അമൃത് കൊണ്ടുപോകുമ്പോൾ പ്രയാഗ്രാജ്, ഹരിദ്വാർ, ഉജ്ജയിൻ, നാസിക് എന്നീ 4 സ്ഥലങ്ങളിൽ ഏതാനും തുള്ളികൾ ഒഴുകിപ്പോയി. അത് ആ സ്ഥലത്തിലെ ആത്മീയ ശക്തികളെ ആത്മീയമായി ശക്തമാക്കി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് ഈ ഉത്സവം രൂപം കൊണ്ടത്. ഈ ഉത്സവവേളകളിൽ ഈ നദികളിൽ വിശുദ്ധ സ്നാനം നടത്തുന്നത് പാപങ്ങളെ ശുദ്ധീകരിക്കുകയും മോക്ഷം നൽകുകയും ചെയ്യുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പ്രധാന ആചാരങ്ങളും പ്രധാന ആകർഷണങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് വിലയിരുത്തി നോക്കാം. ഷാഹി സ്നാൻ, അതായത് റോയൽ ബാത്ത്, അതാണ് മെയിൻ. പിന്നെ നാഗസാധുക്കന്മാരും മറ്റ് സന്യാസിമാരും പുണ്യനദിയിൽ ആദ്യമായി സ്നാനം ചെയ്യുന്ന ഏറ്റവും പവിത്രമായ ചടങ്ങാണ് ഇത്. വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്ന ഒന്നാണ് ഇത് ഉത്സവത്തിൻ്റെ തുടക്കം കുറിക്കും. അത് കഴിഞ്ഞിട്ട് പേഷ്വായ് ഘോഷയാത്ര, ആനകളിലും ഒട്ടകങ്ങളിലും കുതിരകളിലും സവാരി ചെയ്യുന്ന സന്യാസിമാരുടെയും അകാരകളുടെയും, അതായത് ആത്മീയ സംഘടനകൾ, ഒരു മഹത്തായ പ്രവേശനമാണ് ഉണ്ടാകുന്നത്. അതിനുശേഷം ആത്മീയ പ്രഭാഷണങ്ങളും മതസമ്മേളനങ്ങളും ഉണ്ടാവും. അത് കഴിഞ്ഞ് നാഗസാധുക്കളുടെ ദർശനം തന്നെ നല്ലൊരു പുണ്യമാണ്. ഈ സന്യാസിമാർ എല്ലാ ഭൗതിക സമ്പത്തുകളും ത്യജിക്കുകയും കുംഭമേളയിൽ മാത്രം കാണുകയും ചെയ്യുന്ന ഓരോ സന്യാസിമാരാണ്. പിന്നെ അന്നദാനമുണ്ട്. അത് തീർത്ഥാടകർക്ക് സൗജന്യ ഭക്ഷണം ഉൾപ്പെടെയുള്ള വലിയ തോതിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ സാംസ്കാരിക പരിപാടികളും പ്രദർശനങ്ങളും എന്തൊക്കെയാണെന്ന് വെച്ചാൽ പുരാതന ഗ്രന്ഥങ്ങൾ അവിടെ ഉണ്ടാവും, പെയിൻറ്റിങ്ങുകൾ, ഇന്ത്യയുടെ ആത്മീയ പൈതൃകത്തെ പ്രതിഫലിപ്പിക്കുന്ന പ്രകടനങ്ങളൊക്കെ ഉണ്ടാവും. പ്രധാന അകാരകൾ ആരൊക്കെയാണെന്നൊക്കെ നോക്കാം നമുക്ക്. ജുന അകാര ഏറ്റവും വലുതും ശക്തവുമായ നിരവധി നാഗസാധുക്കളുടെ ഭവനമാണ് ഈ ജുന അകാര എന്ന് പറയുന്നത്. ഇനിയുള്ളത് നിരഞ്ജനി അകാര, അതായത് വളരെ ബഹുമാനിക്കപ്പെടുന്ന ഒന്നും ഭൗതിക ചർച്ചകൾക്ക് പേരുകേട്ടതുമാണ് ഈ നിരഞ്ജനി അകാര. മൂന്നാമത് മഹാനിർവാണി അകാര, അതായത് ഏറ്റവും പഴയതിൽ ഒന്നാണിത്. കർശനമായ ആത്മീയ അച്ചടക്കത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിച്ചു പോരുന്നവരാണ്. പിന്നീടുള്ള മറ്റ് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് അടൽ അകാര, ആവാഹൻ അകാര, അഗ്നി അകാര, ആനന്ദ് അകാര എന്നിവ മറ്റ് പ്രധാന ഗ്രൂപ്പുകളാണ്. നാഗസാധുക്കൾ ലൗകിക ജീവിതം ഉപേക്ഷിച്ച് ആഴത്തിലുള്ള ധ്യാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരാണ് നാഗസന്യാസികൾ. പിന്നെയുള്ളത് ഊർധ്വവാഹകர்களാണ്. അവർ കഠിനമായ ശാരീരിക തപസ്സുകൾ ചെയ്യുന്നവരാണ്. പരിവ്രാജക സാധുക്കളാണ് ഉള്ളത്. ഒരിടത്ത് താമസിക്കാത്ത അലഞ്ഞു തിരിയുന്നവരാണ് അടുത്തത്. പിന്നീടുള്ളത് ശീർഷാസിൻ സാധുക്കൾ. അവരിങ്ങനെ തലകുത്തി ധ്യാനിക്കുന്ന സാധുക്കളാണ്. പിന്നെ അവസാനമായിട്ട് കൽപ്പവാസികൾ, അതായത് കുംഭമേളയുടെ മുഴുവൻ സമയവും കർശനമായ ആചാരങ്ങൾ പാലിച്ച് താമസിക്കുന്ന തീർത്ഥാടകർ, അവരെയും സന്യാസത്തിൻ്റെ കൂട്ടത്തിൽ കൂട്ടുന്നു. പ്രയാഗ്രാജിൽ നടക്കുന്ന ഈ കുംഭമേള 13 ജനുവരി 2025 ആരംഭിച്ച് മഹാശിവരാത്രിയായ 26 ഫെബ്രുവരി 2025 അവസാനിക്കുന്നു. കുംഭമേളയിൽ പങ്കെടുക്കുമ്പോൾ ഇന്ത്യയുടെ ആത്മീയ ഊർജം അനുഭവിക്കുകയും അതുല്യമായ പാരമ്പര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നു. നമ്മൾ പാപങ്ങൾ ശുദ്ധീകരിക്കാനും മോക്ഷം നേടാനും ഒരു പുണ്യസ്നാനം നടത്തുക വഴി കഴിയുന്നു. പ്രബുദ്ധരായ സന്യാസിമാർ, യോഗികൾ, ആത്മീയ നേതാക്കൾ എന്നിവയെ നമുക്ക് കണ്ടുമുട്ടാൻ പറ്റുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സമാധാനപരമായ ഒത്തുചേരലിൻ്റെ ഒരു ഭാഗമാണ് കുംഭമേള, അതും മഹാകുംഭമേള.
144 വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്നത്. ഓം നമ ശിവായ. ഓം നമോ നാരായണായ. എല്ലാവർക്കും നന്മകൾ വരട്ടെ.